You brought all the exams to Delhi and gave to your RSS Pracharaks. Now every exams, sir. This will be deleted. Yes. രാജ്യസഭയിൽ ഒരു സാധാരണ എംപിയുടെ പ്രസംഗം സ്പീക്കർ എത്ര തവണയാണ് സാധാരണ തടസ്സപ്പെടുത്തുക? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സെൻസിറ്റീവായ കണ്ടന്റ് ഒന്നും പറയുന്നില്ല, നിയമം ഒന്നും ലംഘിക്കുന്നില്ല എങ്കിൽ കാര്യമായ ഇടപെടലൊന്നും സ്പീക്കർ ശരിക്ക് നടത്തേണ്ടതില്ല. എന്നാൽ ജോൺ ബ്രിട്ടാസ് MP പ്രസംഗിക്കുമ്പോൾ സ്പീക്കർക്ക് ഇരിക്കപ്പുറതിയേ ഉണ്ടായിരുന്നില്ല. മുമ്പ് RSSനെയും BJPയെയും ഒക്കെ സംസാരിക്കാൻ അവസരം കിട്ടിയപ്പോൾ കൊത്തിപ്പറിക്കുകയും കടന്നാക്രമിക്കുകയും നരേന്ദ്രമോദിയെ തുറന്നു കാണിക്കുകയും ഒക്കെ ചെയ്തത് കൊണ്ടായിരിക്കാം ജോൺ ബ്രിട്ടാസ് MP സംസാരിക്കാൻ എഴുന്നേറ്റത് മുതൽ ചെയർമാന്റെ ഇടപെടലുകൾ ഉണ്ടായിരുന്നു, സംസാരിക്കാനും അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. എങ്കിലും കിട്ടിയ കുറച്ച് സമയം കൊണ്ട് ജോൺ ബ്രിട്ടാസ് MP കുറച്ച് കാര്യങ്ങളൊക്കെ ശരിക്കും കാര്യമായി പറഞ്ഞിട്ടുണ്ട്. I would request the BJP members to change the symbol, the lotus, as bulldozer. Love jihad, उसी तरह मार्क जिहाद आपने बोला है. ये श्रीराम आपका साथ नहीं है. അദ്ദേഹം സംസാരിച്ചു തുടങ്ങുന്നത്, സർ, പ്രധാനമന്ത്രിയും മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ ജനവിഭാഗങ്ങൾക്കും നീതി ചെയ്യും എന്നാണല്ലോ പ്രതിജ്ഞ എടുക്കുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി 6 തവണയെങ്കിലും ഈ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്, മുഖ്യമന്ത്രിയായിട്ടും പ്രധാനമന്ത്രിയായിട്ടും. ഈ പ്രതിജ്ഞയും ചെയ്തിയും പ്രവൃത്തികളും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ബൻസാരയിൽ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്താണ്? മുസ്ലിങ്ങൾ നുഴഞ്ഞുകയറ്റക്കാരാണെന്ന്, അവർ പെറ്റുകൂട്ടുന്നവരാണെന്ന്. ഇത് സത്യപ്രതിജ്ഞാ ലംഘനമല്ലേ? ഞാൻ BJP അംഗങ്ങളോട് ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ചിഹ്നം മാറ്റുക, താമരയ്ക്ക് പകരം ബുൾഡോസർ ആക്കുക. നിങ്ങൾ ഇപ്പോൾ ബുൾഡോസർ ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പോലും മൊറാദാബാദിൽ 5 വീടുകൾ ഇടിച്ചു നിരത്തി. ബുൾഡോസർ ഇപ്പോൾ BJPയുടെ ചിഹ്നമായി മാറിയിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു ഭാഗം കേട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. പാർലമെന്റിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായ പ്രശ്നങ്ങളെ കുറിച്ചോ ബുൾഡോസറുകൾ ഉരുട്ടി ഇവരുടെ വീട് പൊളിക്കുന്നതിനെ കുറിച്ചൊന്നും അധികം MP മാർക്കും സംസാരിക്കാൻ പറ്റുന്നില്ല. കിട്ടി ഒരു 30 സെക്കൻഡെങ്കിലും ഇത് പറയാൻ പറ്റിയത് നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് അദ്ദേഹം തുറന്ന് സംസാരിക്കുന്നത് BJP തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞു നടന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും ഞാനിപ്പോൾ വിശദമായി പറയുന്നില്ല. കഴിഞ്ഞ തവണ നന്ദി പ്രമേയ ചർച്ചയിൽ ഞാനത് പലതും അഡ്രസ് ചെയ്തിട്ടുണ്ട്. ശ്രീരാമൻ ഇപ്പോൾ നിങ്ങൾക്കൊപ്പമില്ല, നിങ്ങൾ നാഥുറാമിനൊപ്പമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കണ്ടില്ലേ, ശ്രീരാമൻ നിങ്ങളെ ഉപേക്ഷിച്ചു. നിങ്ങൾ ഫൈസാബാദിൽ പോലും പാടെ തോറ്റുപോയി. എല്ലാ ദൈവങ്ങളും നിങ്ങളെ കൈവെടിഞ്ഞു കഴിഞ്ഞു. പിന്നെ പ്രാണപ്രതിഷ്ഠയെ കുറിച്ചാണ് പറയാനുള്ളത്. പ്രധാനമന്ത്രിയുടെ ജോലി എന്ന് പറയുന്നത് പൗരന്മാർക്ക് ജീവൻ പകരുകയാണെന്ന് ഞാൻ കഴിഞ്ഞ തവണയും പ്രസംഗിച്ചിട്ടുണ്ട്. അദ്ദേഹം മണിപ്പൂരിൽ പോകണമായിരുന്നു, ജനങ്ങൾക്ക് ജീവൻ നൽകണം, ജീവനോപാധി നൽകണം. അതാണ് അദ്ദേഹത്തിന്റെ ചുമതല. അദ്ദേഹം അത് ചെയ്തില്ല. ജീവനും ജീവനോപാധിയും ജനങ്ങൾക്ക് നൽകണം, ദൈവങ്ങൾക്കല്ല നൽകേണ്ടത്. നിങ്ങൾക്കൊരിക്കലും ദൈവങ്ങളെ കബളിപ്പിക്കാനാവില്ല. പ്രധാനമന്ത്രിയാണെങ്കിൽ ധ്യാനിക്കുന്നതിനിടയ്ക്ക് ട്വീറ്റ് ചെയ്യുന്ന കാര്യവും നമ്മൾ കണ്ടു. സാങ്കേതിക വിദ്യ എത്രയോ വളർന്നിരിക്കുന്നു. എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത്? നിങ്ങൾ ധ്യാനിക്കുന്നു, അതേസമയം ട്വീറ്റ് ചെയ്യുന്നു. എനിക്കിത് കേട്ടപ്പോൾ മറ്റേ ട്രോൾ ഓർമ്മ വന്നു. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നതെന്ന്. സത്യത്തിൽ അത് വലിയൊരു ട്രോളായിരുന്നല്ലോ. പ്രധാനമന്ത്രി ധ്യാനിക്കാൻ വേണ്ടി പോയിട്ട് അതേസമയം അദ്ദേഹത്തിന്റെ ട്വിറ്റർ അക്കൗണ്ടിൽ അന്നത്തെ കാര്യങ്ങളൊക്കെ ട്വീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിനെ പരിഹസിച്ചുകൊണ്ടാണ് ജോൺ ബ്രിട്ടാസ് ഈ 2 വരി പറഞ്ഞത്. പിന്നെ അദ്ദേഹം പരീക്ഷാ തട്ടിപ്പിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുകയാണ്. ഇനി പരീക്ഷാ പേ ചർച്ച അത് പരക്കെ നടക്കുന്നു. അപ്പൊ തന്നെ ഞാൻ കരുതിയിട്ടുണ്ട് ചോദ്യപേപ്പർ ചോരാൻ സാധ്യതയുണ്ടെന്ന്. എല്ലാ പരീക്ഷകളും കുളമായി. നിങ്ങൾ ഫെഡറലിസത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ നശിപ്പിച്ചു, എല്ലാം കൊള്ളയടിച്ചു, പരീക്ഷകൾ ഡൽഹിയിലേക്ക് കൊണ്ടുവന്നു, നിങ്ങളുടെ RSS പ്രചാരകർക്ക് നൽകി എന്ന് പറഞ്ഞു. ഈ RSS എന്ന് കേട്ടപ്പോ തൊട്ട് രാജ്യസഭാ സ്പീക്കർ ചെയർമാൻ പിന്നെ ഇരിക്കപ്പുറതിയില്ല. ചെയർമാൻ പറഞ്ഞു പറ്റൂല, ഇതൊന്നും ഇവിടെ പറയാൻ പറ്റില്ല, ഇത് നീക്കം ചെയ്ത് റെക്കോർഡിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പൊ ജോൺ ബ്രിട്ടാസ് MP പരിഹസിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഭയങ്കര നിഷ്കളങ്കനെ പോലെയാ പറയുന്നത്. പക്ഷെ അദ്ദേഹം പറയാ, അല്ല RSS എന്ന് പറയുന്നത് അൺപാർലമെന്ററി ആണോ, പാർലമെന്റ് പറയാൻ പറ്റാത്തൊരു പേരാണോ RSS എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ശരിക്കും ഒരു ചിരി വന്നു. ചെറിയൊരു കശപിശയ്ക്കൊക്കെ ശേഷം വീണ്ടും തുറന്ന് സംസാരിക്കാൻ അവസരം കിട്ടി. ജോൺ ബ്രിട്ടാസ് സംസാരിക്കുന്നു, സർ, ലക്ഷക്കണക്കിന് ആളുകളുടെ, യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും സ്വപ്നങ്ങൾ തകർന്നിരിക്കുന്നു. ഞാൻ ഈ സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയാണ്, മത്സര പരീക്ഷകൾ സംസ്ഥാനങ്ങൾക്ക് നിങ്ങൾ തിരിച്ചു നൽകണം. പരീക്ഷകൾ അവർ നടത്തട്ടെ. ഞാൻ JNUവിൽ പഠിച്ചിട്ടുണ്ട്. JNU 50 കൊല്ലമായിട്ട് ഇവിടെ പരീക്ഷകൾ നടത്തുന്നു, ഒരു ചോദ്യപേപ്പറും ചോരാതെ. നിങ്ങൾ ഇപ്പോൾ CUET കൊണ്ടുവന്നു. ദില്ലി യൂണിവേഴ്സിറ്റിയിൽ ഒട്ടേറെ തെക്കേ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം കിട്ടുന്നു എന്ന ഒരൊറ്റ കാരണത്താൽ മാത്രമാണ് നിങ്ങൾ CUET കൊണ്ടുവന്നത്.
അപ്പോഴേക്കൊക്കെ ചെയർമാൻ ഇടപെട്ട് പിന്നെ ബഹളമാണ്, എന്താണ് നിങ്ങൾ ഈ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കച്ചറ ഉണ്ടാക്കുന്നു. പക്ഷെ ജോൺ ബ്രിട്ടാസ് അത് ശ്രദ്ധിക്കാതെ സംസാരം തുടരാൻ ശ്രമിക്കുകയാണ്. ലവ് ജിഹാദ്, അതേപോലെ മാർക്ക് ജിഹാദ്, ഇപ്പോൾ തെക്കേ ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടാതിരിക്കാനുള്ള പരിപാടിയാണ് ഇതൊക്കെ എന്ന് പറയുന്നു. ചെയർമാൻ വീണ്ടും ഇടപെടുന്നു. ഇതൊന്നും രേഖയിൽ ഉണ്ടാവില്ല, നിങ്ങൾ എന്ത് വേണേലും പറഞ്ഞോ, ഞാനിത് കൊടുക്കില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നു. ശരിക്കും പറഞ്ഞ ഒരു കോൺസെൻട്രേഷൻ കിട്ടില്ല ഇങ്ങനെ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കാൻ. ശരിക്കും വേറെന്തോ കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ നന്നായി സംസാരിക്കാൻ വന്നത്, പക്ഷെ അപ്പോഴേക്കും ഇടപെടുമ്പോൾ വേറെ വിഷയത്തിലേക്ക് പോവുക. പിന്നെ അദ്ദേഹം തുടർന്ന് സംസാരിക്കുന്നത് വിദ്യാഭ്യാസത്തെ കുറിച്ചാണ്. ഇപ്പൊ ഇവിടെ സിലബസ്, ഹിസ്റ്ററി, ചരിത്രമൊക്കെ മാറ്റി എഴുതുന്നതും പുനർനിർമ്മിക്കുന്നതും ഒക്കെ നടക്കുകയാണല്ലോ. നമ്മൾ ബാബറി മസ്ജിദിന്റെ പേര് മാറ്റി 3 മിനാരങ്ങളുള്ള കെട്ടിടം എന്നൊക്കെ ആക്കിയ പോലെ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുക ജോൺ ബ്രിട്ടാസ് പറയുന്നു. പിന്നെ വിദ്യാഭ്യാസം എന്നാൽ നിങ്ങൾക്ക് ഭൂതകാലത്തെ കണ്ടെത്തലാണ്. കാരണം എല്ലാ ഫാസിസ്റ്റുകളും കരുതുന്നത് ഭൂതകാലം നിയന്ത്രിക്കുന്നവർക്ക് ഭാവി കാലവും നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ്. നിങ്ങൾക്കിപ്പോൾ ബാബറി മസ്ജിദ് ഇല്ല, അത് 3 മിനാരങ്ങളുള്ള ഒരു കെട്ടിടമാണ്. നിങ്ങൾ ചരിത്രം മാറ്റി, ബാബറി മസ്ജിദ് ഇന്ത്യയുടെ ചരിത്രത്തിൽ നിന്ന് നീക്കം ചെയ്തു. നാളെ നമ്മുടെ കുട്ടികൾ പഠിച്ചേക്കാം ഗാന്ധിജി ഫ്ലൂവോ ന്യൂമോണിയോ വന്നാണ് മരിച്ചതെന്ന്, നാഥുറാം ഗാന്ധിജിയെ ആശുപത്രിയിൽ എത്തിക്കാനാണ് വന്നതെന്നും. നമ്മുടെ കുട്ടികൾ ഇങ്ങനെ ചരിത്രം വളച്ചൊടിച്ചാൽ അങ്ങനത്തെ ചരിത്രമൊക്കെ ആവില്ല എന്ന് പരിഹസിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. പക്ഷെ അപ്പോഴേക്കും ചെയർമാന്റെ ഫുൾ കൺട്രോളും പോയി. ഇത് മുതിർന്നവരുടെ സഭയാണ്, വസ്തുതകൾ പറയണം, ഇങ്ങനെ സാധനങ്ങൾ പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളായി. Tomorrow the students will study that Gandhiji died of flu or pneumonia and Nathuram came to take Gandhiji to the hospital. Our students would be studying that history, sir. അപ്പൊ അദ്ദേഹം വീണ്ടും അതിനിടയ്ക്ക് കേൾക്കാത്ത പോലെ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഫെഡറലിസത്തെ കുറിച്ച്. മത്സരാധിഷ്ഠിതവും സംവരണാത്മകവുമായ ഫെഡറലിസത്തെ കുറിച്ച് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ BJPയുടെ ഒരു അംഗമായ നീരജ് ശേഖർ ഇടപെടുകയാണ്. പിന്നെ അവിടെ ഒരു ബഹളം നടക്കുന്നു. ചെയർമാൻ അയാളോട് ഇരിക്കാൻ വേണ്ടി പറയുന്നു. അപ്പോൾ വീണ്ടും ജോൺ ബ്രിട്ടാസ് തുടർന്ന് സംസാരിക്കുന്നു. സംസ്ഥാനങ്ങളുടെ അധികാരം മുഴുവൻ കവർന്നെടുത്തിരിക്കുന്നു, സംസ്ഥാനങ്ങളെ പട്ടിണിയിലേക്ക് തള്ളിയിട്ടിരിക്കുന്നു. ഞങ്ങൾ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മിക്ക സംസ്ഥാനങ്ങളും ദില്ലിയിൽ സമരം ചെയ്യുകയാണ്, കർണാടകവും കേരളവും അടക്കം. ഇലക്ട്രൽ ബോണ്ടുകളെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. സഞ്ജയ് സാബു പറഞ്ഞു ഇലക്ട്രൽ ബോണ്ട് 15,000 കോടിയുടേതല്ല, 3 ലക്ഷം കോടിയുടെ ഇടപാട് നടന്നുവെന്ന്. ചില കോച്ചിങ് കമ്പനികൾക്ക് പോലും BJP പണം നൽകി. പുറത്തു പറയാൻ കൊള്ളാത്ത കാര്യമാണ്. എന്നാലും ഞാൻ പറയാം, ബീഫ് കമ്പനികളിൽ നിന്ന് വരെ ഇലക്ട്രൽ ബോണ്ടിലൂടെ BJPക്ക് പണം കിട്ടിയെന്ന് പറയുന്നു. ഇലക്ട്രൽ ബോണ്ടും അതുവഴി ബീഫ് കമ്പനികളുടെ പണം വാങ്ങിയതും കേട്ടപ്പോൾ സ്വാഭാവികം വീണ്ടും ചെയർമാൻ ഇടപെട്ടു. ചെയർമാൻ പറഞ്ഞു വസ്തുതകൾ പറയൂ, നിങ്ങൾ വഴി തെറ്റുന്നു എന്ന് പറഞ്ഞ് കശപിശ. അപ്പൊ ജോൺ ബ്രിട്ടാസ് പറയുന്നുണ്ട് ഇല്ല സാർ, താങ്കളാണ് എന്നെ വഴി തെറ്റിക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറയുന്നു. അപ്പൊ ചെയർമാൻ വീണ്ടും പറയുന്നു നിങ്ങൾ വാർത്ത സൃഷ്ടിക്കാനുള്ളത് പറയുകയാണെന്ന്. അതെനിക്ക് ഭയങ്കര തമാശയായി തോന്നി. എന്ന് വെച്ചാൽ ചെയർമാൻ ഉദ്ദേശിക്കുന്നത് ജോൺ ബ്രിട്ടാസ് വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കാൻ വേണ്ടി, മാധ്യമ ശ്രദ്ധയും ജനശ്രദ്ധയും കിട്ടാൻ വേണ്ടിയിട്ട് സെൻസേഷണൽ കണ്ടന്റ് പ്രസംഗിക്കുന്നു എന്നാണ്. അപ്പൊ പിന്നെ എന്താണ് ഈ പാർലമെന്റ് എന്തിനുള്ളതാണ്? പാർലമെന്റിന് ഒരു MP എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? വാർത്തകൾ സൃഷ്ടിക്കാന്ന് വെച്ചാൽ പറയാനുള്ള കാര്യങ്ങൾ പറയണ്ടേ? ഇതിൽ എന്താണ് തെറ്റുള്ളത്? ബീഫ് കമ്പനികളിൽ നിന്ന് ഇവർ ശരിക്കും ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ടുണ്ടല്ലോ, ഇതൊന്നും പറയാൻ പാടില്ല. പറയുമ്പോൾ ചെയർമാൻ അറിയാം ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത്. അപ്പൊ അത് വൈറലാവാതിരിക്കാൻ വേണ്ടി പറയാനുള്ള ചാൻസ് തന്നെ കൊടുക്കാതിരിക്കുക. പിന്നെ മൂപ്പർ അവിടെ മോക്ഷം കിട്ടാൻ വേണ്ടി ഇരിക്കുകയല്ലേ വാർത്തകളിലൊന്നും അറിയാതെ. BJPയുടെ എല്ലാ ആൾക്കാരും, BJPയുടെ IT സെല്ലാണ് ഈ ലോകത്തെ തന്നെ ഏറ്റവും ഇങ്ങനത്തെ വലിയ പ്രൊപ്പഗാൻഡ സാധനം. എന്നിട്ട് അതിന്റെ കീഴിൽ ഇരിക്കുന്നവർ പറയാം അയ്യോ നിങ്ങൾ വാർത്ത സൃഷ്ടിക്കുന്നു എന്ന്. അത് കഴിഞ്ഞിട്ട് ജോൺ ബ്രിട്ടാസ് വീണ്ടും തുടർന്ന് സംസാരിക്കുന്നു. നിങ്ങൾ എല്ലാത്തിനും മുഗളന്മാരെയും നെഹ്റുവിനെയും കുറ്റപ്പെടുത്തുകയാണ്. ഇപ്പോൾ അടിയന്തരാവസ്ഥ പ്രശ്നം വന്നു. ഇന്ദിരാഗാന്ധി ദുർഗയാണെന്ന് വാജ്പേയി പറഞ്ഞത് വസ്തുതയല്ലേ? എന്നാൽ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിസഭയിലെ ഒരംഗം കഴിഞ്ഞ ദിവസം ഇന്ദിരാഗാന്ധി ഭാരത് മാതാവാണെന്ന് പറഞ്ഞത് വസ്തുതയല്ലേ? ഇന്ദിരാഗാന്ധി ആരായിരുന്നുവെന്നും അടിയന്തരാവസ്ഥ എന്തായിരുന്നുവെന്നും നിങ്ങൾ ആദ്യം ഒന്ന് തീരുമാനിക്കുക. നിങ്ങൾ അടിയന്തരാവസ്ഥയോട് ഞങ്ങൾ അടിയന്തരാവസ്ഥയോട് പൊരുതിയവരാണ്. കോൺഗ്രസിനെതിരെ കേരളത്തിലും പടപൊരുതിയവരാണ്. അതിലൊന്നും ഒരു തർക്കത്തിനും വകയില്ല എന്ന് പറയുന്നത്. അത് ശരിക്ക് സുരേഷ് ഗോപിയുടെ ആ വിഷയത്തെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. സുരേഷ് ഗോപി ഇപ്പൊ കഴിഞ്ഞ ദിവസമാണല്ലോ പറഞ്ഞത് ഇന്ദിരാഗാന്ധി ഭാരത് മാതാവാണ് എന്നൊക്കെ. അപ്പൊ എന്താണ് BJPയുടെ നിലപാട് എന്ന് പാർലമെന്റിൽ പോയി ജോൺ ബ്രിട്ടാസ് MP ചോദ്യം ചെയ്യണം. നമുക്ക് ശരിക്കും ഇത്തരം MP-മാരെയാണ് ആവശ്യം. നാട്ടിൽ നടക്കുന്ന ഈ കാര്യങ്ങളൊക്കെ അവിടെ പോയി ചോദിക്കണം. അല്ലാതെ നമ്മളിവിടെ ഇരുന്ന് സോഷ്യൽ മീഡിയ പറഞ്ഞിട്ടും പരസ്പരം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇത് പാർലമെന്റ് പോലത്തെ ഒരു സ്ഥലത്ത് ഉന്നയിക്കപ്പെടുമ്പോഴേ ഇതിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാവുള്ളൂ. എന്താണ് ശരിക്കും സുരേഷ് ഗോപിയുടെയും BJPക്കും ഇന്ദിരാഗാന്ധിയെ കുറിച്ചുള്ള നിലപാടെന്ന് അവർ പറയട്ടെ. ജോൺ ബ്രിട്ടാസ് തുടർന്ന് സംസാരിക്കുന്നു. മോദി മന്ത്രം തകർന്നു കഴിഞ്ഞു. ഇപ്പോൾ NDAയെ പറ്റിയാണ് ചർച്ച. ഘടകകക്ഷികളോട് ഇപ്പോൾ ഉണ്ടായ സ്നേഹത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. ബിജു ജനതാദൾ അംഗം അവിടെ ഇരിക്കുന്നുണ്ട്. സസ്മിത് പാത്രയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നു പാവം സസ്മിത് പാത്ര ഇവിടെയുണ്ട്. കഥ കഴിഞ്ഞ് താങ്കളുടെ സഖ്യകക്ഷികളെ വിഴുങ്ങുന്ന
എന്നുള്ളതാണ് BJPയുടെ. അതാണ് അവരുടെ ചരിത്രം എന്ന് പറയുന്നത്. അത് ശരിക്കും സത്യമാണ്. ഈ BJPയുടെ കൂടെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ പോയിട്ടുണ്ടെങ്കിൽ BJP അവരെ അങ്ങ് വിഴുങ്ങും. പിന്നെ ആ പാർട്ടി ഇല്ലാതാകും. ആ പാർട്ടിയിൽ എല്ലാവരെയും കൊണ്ടുവന്ന് BJP ചേർക്കും. ആ പാർട്ടി നാമാവശേഷമാവും. അപ്പൊ അത് ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ഇത് ഇവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമായതുകൊണ്ടായിരിക്കാം ചെയർമാൻ വീണ്ടും ഇടപെട്ടു. പാവം സസ്മിത് പാത്ര എന്ന് പറഞ്ഞതിനെതിരെ പാവം എന്നുള്ള വാക്ക് അൺപാർലമെന്ററി ആണ്, അത് പറയാൻ പറ്റില്ല, അത് ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്നു പറഞ്ഞു. ആ കശപിശക്കിടയിൽ സമയം തീർന്നു എന്നിട്ട് സ്പീക്കർ വൈരാഗ്യം പോലെ ബെല്ലടിച്ചു. അപ്പോൾ ബ്രിട്ടസ് വീണ്ടും കുറേ റിക്വസ്റ്റ് ചെയ്യാണ്, എനിക്ക് 3 മിനിറ്റ് ഉണ്ടല്ലോ, ഞാൻ ഒന്ന് സംസാരിച്ചോട്ടെ എന്ന് പറയുമ്പോൾ 30 സെക്കൻഡ് അനുവദിക്കുകയാണ്, അര മിനിറ്റ്. അങ്ങനെ ആ 30 സെക്കൻഡിൽ ജോൺ ബ്രിട്ടാസ് പറയാൻ ശ്രമിച്ചത് ശരിക്കും പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു. അദ്ദേഹം ജനാധിപത്യത്തിന്റെ നെടുന്തൂണുകളായി നിൽക്കുന്ന സ്ഥാപനങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ എന്താണ് ചെയ്യുന്നതെന്ന് അങ്ങേക്കറിയാം. പ്രധാനമന്ത്രി കോഡ് ഓഫ് കോണ്ടക്ട് ലംഘിച്ചാൽ പോലും പ്രധാനമന്ത്രിക്ക് ഒരു നോട്ടീസ് കൊടുക്കാനൊന്നും ധൈര്യമില്ലാത്ത ഇലക്ഷൻ കമ്മീഷൻ BJP ഓഫീസിലെ സെക്യൂരിറ്റിക്ക് നോട്ടീസ് അയക്കുന്നു. മാധ്യമങ്ങളെ ഇപ്പോൾ ആളുകൾ ഗോദി മീഡിയ എന്ന് വിളിക്കുന്നു. മടിയിൽ ഇരിക്കുന്ന മീഡിയ എന്നാണല്ലോ ഈ ഗോദി എന്ന് വെച്ചാൽ. അപ്പൊ ജോൺ ബ്രിട്ടാസ് MP പരിഹസിച്ച് പറയുന്നു, മടിയിലൊന്നല്ല കാൽക്കീഴിലാണ് ഇപ്പൊ അവരുടെ സ്ഥാനം. അതുകൊണ്ട് കഴിഞ്ഞ 10 വർഷം മുമ്പ് മാധ്യമങ്ങൾക്കുണ്ടായിരുന്നതിന്റെ 10-1 വിലയും നിലയും ഇന്നില്ല. എല്ലായിടത്തു നിന്ന് അവർ ആട്ടി ഓടിക്കുകയാണ്. എനിക്ക് മാധ്യമങ്ങളോട് ഒരു അപേക്ഷയുണ്ട്. ജനാധിപത്യത്തിന്റെ 4-ാം തവണയായ നിങ്ങളുടെ വിശ്വാസ്യത വീണ്ടെടുക്കണം എന്ന് പറയാൻ ശ്രമിക്കുമ്പോഴേക്കും 30 സെക്കൻഡ് കഴിഞ്ഞു. സ്പീക്കർ മൈക്കും ഓഫ് ചെയ്തു. ഇതാണ് സംഭവം. അത് കഴിഞ്ഞ് അദ്ദേഹം ജനാധിപത്യത്തിന്റെ ചിലപ്പോൾ ബാക്കി നെടുന്തൂണുകളായ ജുഡീഷ്യറി, മാധ്യമങ്ങൾ, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചറിനൊക്കെ വരുന്ന മാറ്റവും പിന്നെ അപജയമൊക്കെ ചൂണ്ടിക്കാണിച്ച് പ്രസംഗം അവസാനിപ്പിക്കാനായിരിക്കാൻ ശ്രമിച്ചത്. സമയം കിട്ടിയില്ല. ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ നമ്മുടെ രാജ്യസഭ. മിണ്ടാൻ സമ്മതിക്കില്ല, വാ തുറക്കാൻ പറ്റില്ല, അവിടെ പോയിട്ട് ഊമയെ പോലെ ഇരിക്കണം. ഞാൻ ഇന്നലെ സ്പീക്കറെ പറ്റി പറഞ്ഞ പോലെ അന്ധനും ബധിരനും മൂകനുമായിരിക്കുന്ന ജനപ്രതിനിധികളെയാണ് അവർക്ക് ആവശ്യം. നമ്മൾ തെരഞ്ഞെടുത്ത് അയക്കുന്നവരെ സംസാരിക്കുന്നത്, അവർ ശരിക്കും രാജ്യസഭയിൽ എന്തിനാണ് ജനപ്രതിനിധികൾ സംസാരിക്കുന്നത്? നമ്മളെ റെപ്രസെന്റ് ചെയ്താണ് അവർ സംസാരിക്കുന്നത്, നമുക്ക് വേണ്ടിയാണ്, നമ്മളുടെ ശബ്ദമാണ് അവർ പ്രതിഫലിപ്പിക്കുന്നതല്ലേ. അതിനനുവദിക്കാത്ത സഭയിലൊക്കെ എന്ത് ജനാധിപത്യമാണുള്ളത്? നിങ്ങൾക്ക് ജോൺ ബ്രിട്ടാസിന്റെ ഒറിജിനൽ പ്രസംഗം കേൾക്കണമെങ്കിൽ ഇതിന്റെ അവസാനം ഇടാം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് കേൾക്കേണ്ടവർക്ക് അത് കേൾക്കാം. Sir, let me just quote from the oath Honorable Prime Minister and the ministers take. I will do right to all manner of people in accordance with the Constitution and the law, without fear or favor, affection or ill will. Our Prime Minister must have taken this oath at least 6 times as the Chief Minister and also as the Prime Minister. Sir, ye baat aur kaam ka farak kya hai, sir? Why did he speak in Bansara when he said that Muslims are infiltrators, ज़्यादा बच्चे पैदा करने वाले? Isn't the fact that he was violating the oath he had taken? So much had been spoken about this by the honorable members here. Sir, I would request the BJP members to change the symbol, the lotus, as bulldozer. Now you use bulldozer. Sir, the other day also in Moradabad, 5 houses were demolished. Bulldozer has become the symbol. Sir, I won't speak about the narrative that was created by BJP during the elections, sir. Sir, last time on the discussion on motion of thanks, I had said it. Yes, Sriram, aapka saath nahi hai. Aap Naduranga saath the. Abhi chunav mein aap dekha na. Aap Sriram to aapko chhod diya hai. You have been defeated thoroughly in Faizabad. All the gods have deserted you, and it has been shown. Sir, Pran Pradishta, sir. I also spoke last time saying that the duty of the Prime Minister is to give Pran to the citizens. He should have gone to Manipur to give Pran to the people. And also, Ajivika dena aapka kartavya tha, sir. Wo diya nahi hai. Life and livelihood, they should have given to the people instead of God, sir. Sir, you can't fool the God, sir. So there was instances when Prime Minister was meditating, उसी वक्त वो ट्वीट करते हैं, sir. The technology इतना बदल गया, sir. ये देश में क्या हो गया? When you are meditating, simultaneously you are tweeting, sir. Sir, परीक्षा पे चर्चा. That was something which was discussed here. उसी वक्त मैंने सोचा था ये लीक हो रहे हैं, सब परीक्षा गड़बड़ में है. You destroyed the fundamentals of the federalism. सब छीन लिया है. You brought all the exams to Delhi and gave to your RSS प्रचारक.
Now every exams, sir. This will be deleted. Yes, expunge kar lijiye, sir. Dr. John Brittas, Sir, RSS is not can't unparliamentary you work, get is out it? of this system? ठीक है, sir. ठीक है, sir. Can you substantiate Okay, it? okay, sir. Sir, the dreams This of is millions of objectionable people, the dreams and of you are millions an of informed youth and mind. students have been shattered. Sir, I have been pleading with this government. Please entrust the state governments to conduct the test. Sir, I studied in JNU. JNU has been conducting their tests for 50 years without any leak. Now you introduced CUET. The only reason why you introduced CUET was you are seeing a lot of South Indian students getting admission in Delhi University. उसी वक्त आपने बोला है लव जिहाद, उसी तरह मार्क जिहाद आपने बोला है. ये साउथ इंडियन स्टूडेंट्स को इधर एडमिशन डिनाई करने के लिए आपने CUET लाया है. Dr. Sir. John Brittas, Sir, Dr. now- John, nothing will go on record. Okay, sir, let me just speak. You Dr. explain, John sir. Brittas, Sir, one second. sir, Take your please seat. give me the time. I have. Take your seat. 1 second. Take your seat. You started with a very lofty quote of the oath, and look at where you have landed. In a country like ours, which is one, you are raising a different kind of voice. I strongly condemn it. Please go ahead. Sir, the education. Sir, Neeraj bhai, suniye bhai. Sonia, you have to address me. Sir, education for you is to invent new past because every fascist believes that those controlling the past controls the future. For you, Babri Masjid, मैं प्रबल पटेल साहब सब बात किया था. आपको आपके लिए ये बाबरी मस्जिद अभी नहीं है, 3 dome स्ट्रक्चर है. अभी तो हिस्ट्री बदल गया. Babri Masjid has been obliterated from the history of India. And tomorrow the students will study that Gandhiji died of flu or pneumonia and Nadhuram came to take Gandhiji to the hospital. Our students would be studying that history, sir. Sir, competitive cooperative One federalism. second. Prime Minister has One been second. harping on One that, sir. second, Dr. John Brittas. One second. Take your seat. Are you aware what you are talking? This is House of Elders. No, this is House of Elders. We have to talk sense. No, you are talking things out of your imagination. You are imagining. You are in some kind of fancy. Please confine to substance. Please. Speak. Sir, competitive cooperative federalism. Neeraj bhai, suniye. Neeraj ji. Neeraj bhai, competitive cooperative No federalism. crosstalk. No crosstalk. Please. All the powers of the states have been taken away. So the states are made to starve. States are made to starve. We have been complaining. Many of the states have been agitating in Delhi, including Karnataka and Kerala. Sir, I don't want to speak about electoral bonds. Electoral bonds, Sanjay साहब ने बोला है, ये सिर्फ 15,000 का मामला नहीं है, 3 lakh crore का deal हो चुका है. And even the coaching company, some coaching institution also has given electoral bonds to BJP. And इससे भी बुरा बात है, even the beef companies also have given electoral bonds to BJP. Dr. Brittas. Yes, I am saying, sir. Please make substance. Sir, even after 10 years. You have lost your way. No. You have completely lost Sir, your you are way. trying to derail me, sir. No, you are trying to derailed derail already. me, sir. I My can't points derail are you. intact. You Please are allow me. derailing yourself. Please allow me. You are venturing far away from the Sir, issues. you are trying to derail me, sir. Please You allow are me. trying to create a mechanism whereby you can get publicity. Talk of substance. Sir, Make your contribution. Sir, We are even here to after make 10 years in contribution. power, you blame Mughals and Nehru for each and every matter, sir. Now to emergency aa gaya. Sir, is it the fact that Atal Bihari Vajpayee addressed Srimati Indira Gandhi as Durga? Is it not a fact that the other day a ministry in your government called Indira Gandhi Mother of India? Yes. Mother of India, the sitting minister in your government. So you should actually decide who is Indira Gandhi in emergency. We fought emergency. We fight against Congress there in Kerala. We have no qualms about it. Sir, now I am glad that
सी मोदी मंत्रा थोड़ा फेड हो गया, अभी तो एनडीए के नाम पे अभी चर्चा हो रहे. आई एम ग्लैड दैट देयर इज एन न्यू फाउंड लव फॉर द अलाइज हियर. अभी पुअर सस्मित पात्रा तो उधर बैठा है, ये तो कितना साल उनका साथ था, खत्म कर दिया आपको. सी द हिस्ट्री ऑफ बीजेपी हैज बीन टू ईटिंग ऑल द अलाइज. एजीपी अभी One second. Sir, You what can is say, it, sir? You are can not allowing say- me to speak. One second, John. One second. Why are you using the word poor for Sasmit Matra? okay. The word poor is deleted. Sir, you should give me some time, 3 minutes. No, should you must regret using the word poor. Okay, sir. Sir, I will just quote. Sir, I will just quote. Sir, you take away 3 minutes from me, sir. I will quote. I will just quote. The pseudo chowkidar See, guarding only hardened Vijayendra criminals. Who said it, sir? Bese. Your time is over. Thank you, Sri- Chairman, sir, Okay, for allowing me to speak. half a minute. Go ahead, half a minute. Sir, the institutions are the main plank on which the democracy survives. Sir, you know what is the halat of Election Commission? Election Commission had to send a notice to the security guards in BJP office for the violation of the code of conduct by the Prime Minister. Sir, the halat of the media. Now people depict media as Godi media. No, they are on the feet of this government. They don't even have the 1/10 of the respect and honor they had 10 years back. They are being driven out from everywhere. I would request the media as a pillar of democracy, if you want to regain See, your honor, Virendra Prasad Best, you will nothing have is on to- record now.